അവസ്ഥയാണ്. അപ്പോൾ ഇവരിതൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഇവർക്ക് 2 കിഡ്നി മാറ്റി വയ്ക്കാൻ, കുട്ടികൾക്ക് അമ്മ വേണമല്ലോ, നല്ല പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ ഈ 2 കിഡ്നിയും മാറ്റി വെക്കണം. മാറ്റി വെച്ചാൽ കുറച്ച് നാളുകളോട് ജീവിച്ചിരിക്കാമെന്നുണ്ട്. അപ്പോൾ ഇതിന് 40 ലക്ഷം രൂപയുടെ ചിലവുണ്ട്. വേറെ ആരും സഹായിക്കാനുമില്ല. അപ്പോൾ ഈ നിലാപ്പ് പോലുള്ള സംഘടനകളുണ്ട്, അവർ ഫണ്ട് റൈസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഷെമിക്കുള്ളൊരു വലിയ ആഗ്രഹം ഈ കുട്ടികൾ വലുതാകുന്നവരെ, ഇപ്പോൾ 9th ലും 12th ലും ഒക്കെ പഠിക്കുന്ന കുട്ടികളാണ്, അവർ വലുതാകുന്നവരെ ജീവിച്ചിരിക്കണം എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ചേ, നമ്മുടെ ജീവന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു അസുഖം മാറാൻ വേണ്ടിയിട്ട് മറ്റുള്ളൊരാളോട് നമ്മൾ സഹായം ചോദിക്കുമ്പോൾ കിട്ടാതിരിക്കുമ്പോൾ നമുക്ക് എന്ത് വിഷമം വരും. അതിലൂടെ ഷെമി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഞങ്ങളെ ഒരു സോഷ്യൽ വർക്കർ സഹായിച്ചു. ഞങ്ങൾക്കൊരു സംഘടന പരിചയപ്പെടുത്തുന്നു. എനിക്ക് ഫിനാൻഷ്യലി ഞാൻ ആ കുട്ടിയോട് എങ്ങനെയാണ് പറയുന്നത്, അതിലും ഭീകരാവസ്ഥയിൽ നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് അതിനെ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളൊരു സംഘടനയായിട്ട് ഷെമിക്കൊരു സംഘടനയുടെ പേര് പറഞ്ഞു കൊടുത്തു. നിലാപ്പ് പോലുള്ളൊരു സംഘടന, അവർ ഈ കിഡ്നി മാറ്റാൻ ഒരു 20 lakhs വരെ കൊടുക്കാമെന്ന് പറയും. ഇപ്പം നിങ്ങൾ ചോദിക്കും വീടുണ്ടോ അതൊക്കെ കൊടുക്കാൻ. ഈ 3 കുട്ടികൾ, നമ്മൾക്ക് ക്രോണിക് ഡിസീസസ് വരുമ്പോൾ, വലിയ അസുഖങ്ങൾ വരുമ്പോൾ, ഒരുപാട് പൈസ ചിലവുള്ള അസുഖം വരുമ്പോൾ നമ്മുടെ ഫാമിലിയെക്കുറിച്ച് ചിന്തിക്കണം. നമ്മൾ ആ അസുഖം ചികിത്സിച്ച് നമ്മുടെ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ട് ഒരു ഫാമിലി മുഴുവൻ സൂയിസൈഡ് ചെയ്യേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തരുത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ മുമ്പിലുള്ള എല്ലാവരും കിഡ്നി പേഷ്യൻസ് അല്ല, എല്ലാവരെയും സഹായിക്കാണ്ടില്ല, 1-2 പേരേ ഉള്ളൂ. അവരെ നമുക്ക്, ഈ 3 കുട്ടികൾ നാളത്തെ ഭാവിയുടെ വാഗ്ദാനങ്ങളെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിനിടയ്ക്കൊരു പാട്ട് പാടാം നമുക്ക്, എങ്കിലും ഒരു ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കേൾക്കാം. ഇത് ഈ പാട്ടെല്ലാം ഞാൻ പാടുന്നതേ നിങ്ങൾ ഷെമിയെ, ഈ കാണുന്നവർ, ഹായ് ബൻ, ഇവിടെ പുതിയ ആളാണ്, കോട്ടയം ടൗണിൽ തന്നെയാണ് വീട്. താങ്ക് യു സോ മച്ച്. ഹായ്. ഉമ്മൻസ് ട്രാവൽ വ്ളോഗ്സ്. എനിക്ക് ഉമ്മൻചാണ്ടി സാറിനെ ഓർമ്മ വരുന്നു. ഇതുപോലെ നല്ലൊരു മനുഷ്യൻ, ഒരുപാട് നല്ല എക്സ്പീരിയൻസ് എനിക്കുണ്ടായിരുന്നു സാറിന്. ഞാൻ സാറിനെ കാണാൻ, ദൂരെ നിന്ന് കാണാൻ വേണ്ടിയിട്ട് പോയി നിൽക്കുമായിരുന്നു. പണ്ട് ഞങ്ങൾക്ക് സാലറിയുടെ പ്രശ്നമൊക്കെ വരുമ്പോൾ സാറായിരുന്നു സാലറിയൊക്കെ അനുവദിച്ച് തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഉമ്മൻചാണ്ടി, BA ഉമ്മൻസ് ട്രാവൽസ് വ്ളോഗ്സ്, സന്തോഷം. അപ്പോൾ നമുക്കൊരു പാട്ട് പാടിയിട്ട് ബെൻ ഈ ഷെമിയുടെ കാര്യം ഒന്ന് കേൾക്കണേ. കാരണം ഷെമിക്ക് തങ്ങളെ കാണാൻ പോകണം, ശിഹാബ് തങ്ങൾ സഹായിക്കും എന്നാണ് ഷെമി പറയുന്നത്. പക്ഷെ തങ്ങളെ കാണാൻ പോകാനൊരു വണ്ടി പോലും ഷെമിക്കില്ല. ഷെമിയെ തങ്ങളുടെ അടുത്ത് കൊണ്ടുപോയാൽ ശിഹാബ് തങ്ങൾ സഹായിക്കുമെന്നാണ് ഷെമി പറയുന്നത്. ഷെമിക്ക് 3 പെൺകുട്ടികളാണ്. ശിഹാബ് തങ്ങളുടെ അടുത്ത് വരെ എത്താനുള്ള വണ്ടി പോലും ഷെമിയുടെ കയ്യിലില്ല. ഷെമിയെ സഹായിക്കാനും ആരുമില്ല. പാത്തു. അപ്പോൾ ഞാൻ ഈ ഒരു പാട്ട് പാടിയതിന് ശേഷം അടുത്തത് പറയാം. ഏത് പാട്ടാണെന്ന് പറഞ്ഞാൽ മലയാളം പഴയ പാട്ടുകൾ നമുക്ക് പാടാമായിരുന്നു. ഏതെങ്കിലും പാട്ട് പറഞ്ഞാൽ പാടാം. എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ടാണ്, ഏത് പാടാം. സ്വരം പൂവിടം സ്വരം പൂവിടും ഗാനമേ ഈ വീണയിൽ നീ അനുപല്ലവി. ഒരു മിഴിതളിൽ ശുഭശകുനം, മറുമിഴിതളിൽ അപശകുനം. ഒരു മിഴിതളിൽ ശുഭശകുനം, മറുമിഴിതളിൽ അപശകുനം. ഈ തൊണ്ടയ്ക്ക് പ്രശ്നമുള്ളതുകൊണ്ട് ഇടയ്ക്ക് വിട്ടുപോകും, ബാക്കി പിന്നെ പാടിത്തരാം കേട്ടോ. അപ്പോൾ ഈ ഷെമി
എനിക്ക് ഈ ഒരു സംഘടന ഫണ്ട് റൈസ്